ജമന്തി പൂക്കൾ. ജനുവരിയുടെ മുടി നിറയെ ജമന്തി പൂക്കൾ എന്നൊരു സിനിമാ പാട്ടുണ്ട്. ഇതിപ്പോൾ ഡിസംബർ മാസമാണ്. ഡിസംബറിന്റെ മുടി നിറയെ ജമന്തി പൂക്കൾ എന്ന് മാറ്റി പാടേണ്ടി വരും. അത്തരത്തിൽ പല വലുപ്പത്തിലും പല നിറത്തിലും പൂത്തു നിൽക്കുന്ന ജമന്തി പൂക്കളെ നിങ്ങൾക്ക് കാണാം. ഒന്ന് മഞ്ഞയാണെങ്കിൽ മറ്റൊന്ന് വെള്ള, അടുത്തത് ചുവപ്പ്, പിന്നെ വയലറ്റ്. പല നിറങ്ങൾ, പല ഭാവങ്ങൾ. സൂര്യകാന്തിയുടെ കുടുംബമാണ് ആസ്റ്ററേസി. ഈ കുടുംബത്തിൽപ്പെടുന്ന ഒരു അലങ്കാര ചെടിയാണ് ജമന്തി. മലയാളത്തിൽ ജമന്തി എന്ന് വിളിക്കുന്ന ഈ ചെടിയുടെ ജനുസിന്റെ പേര് ക്രൈസാന്തമം എന്നാണ്. ഗ്രീക്ക് ഭാഷയിലെ ക്രസ് ആന്തമൻ എന്നീ വാക്കുകളിൽ നിന്നാണ് ക്രൈസാന്തമം എന്ന പേരുണ്ടായത്. ഗോൾഡ് ഫ്ലവർ അഥവാ സ്വർണ്ണപ്പൂവ് എന്നാണ് ഈ പേരിന്റെ അർത്ഥം. ചൈന ഉൾപ്പെടുന്ന കിഴക്കൻ ഏഷ്യൻ പ്രദേശങ്ങളും വടക്കു കിഴക്കൻ യൂറോപ്പുമാണ് ജമന്തിയുടെ ജന്മസ്ഥലങ്ങൾ. ഏകദേശം 2200 വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ മരുന്നുകളുടെ നിർമ്മാണത്തിനായി ജമന്തി ഉപയോഗിച്ചിരുന്നു. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ ഹാൻ രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ ജമന്തി പൂക്കൾ കൊണ്ട് ചായ ഉണ്ടാക്കിയിരുന്നു. ക്രൈസാന്തമം ടീ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ക്രൈസാന്തമം എന്ന ജനുസിന്റെ കീഴിൽ വരുന്ന 40-ൽ കൂടുതൽ സ്പീഷീസുകൾ ലോകത്തുണ്ട്. ഇത് കൂടാതെ നിരവധി ഹൈബ്രിഡുകളും കൾട്ടീവറുകളും ഉണ്ട്. ജമന്തിയെ കൂടാതെ ആസ്റ്ററേസി കുടുംബത്തിൽപ്പെടുന്ന നിരവധി അലങ്കാര ചെടികളുണ്ട്. ഡാലിയ, സീനിയ, കലൻഡുല, മാരിഗോൾഡ് അഥവാ ബന്തി, ഡെയ്സി, സൂര്യകാന്തി, ജെർബറ ഒക്കെ ചില ഉദാഹരണങ്ങളാണ്. ഈ ചെടികളുടെയൊക്കെ പൂവിന്റെ പ്രത്യേകത എന്തെന്നാൽ അതൊരൊറ്റ പൂവല്ല. ക്യാപിറ്റുലം എന്നറിയപ്പെടുന്ന ചെറുപൂക്കൾ കൂടിച്ചേർന്ന് ഉണ്ടായ വൃത്താകൃതിയിലുള്ള ഒരു പൂങ്കുലയാണ്. അതായത് ഒരു ജമന്തി പൂവ് എന്ന് പറയുന്നത് നിരവധി ചെറുപൂക്കൾ കൂടിച്ചേർന്ന് ഉണ്ടായ ഒരു പൂങ്കുലയാണ്. ഈ പൂങ്കുലയുടെ നടുവിൽ കാണുന്ന ചെറുപൂക്കളെ ഡെസ്ക് ഫ്ലോററ്റ്സ് എന്നും ഈ പൂങ്കുലയുടെ അരികുകളിൽ കാണുന്ന പൂക്കളെ റേ ഫ്ലോററ്റ്സ് എന്നുമാണ് വിളിക്കുന്നത്.